അതെ, എനിക്ക് ചോദ്യം ചോദിച്ചിട്ട് ഇനി അടുത്ത ചോദ്യം എന്ത് ചോദിക്കണമെന്ന് കുറച്ചൊരു മറവി വന്നു. ഞാനൊന്ന് ബ്ലാങ്ക് ആയി. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ ഒരു ചോദ്യമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അത് അസീസിക്കോടാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഹായ്, ഹലോ അസീസ്, നമസ്കാരം. എന്താണ് നമ്മൾ തമ്മിലുള്ള സൗഹൃദം? എനിക്ക് തോന്നുന്നു 10-25 വർഷത്തെ സൗഹൃദം ഉണ്ടല്ലേ, സമിതികളായിട്ടും. പിന്നെ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ അടുത്ത നാട്ടുകാരായിട്ടൊക്കെ വരും. അപ്പം ഞാൻ ചോദിച്ചത് അതല്ല, നമ്മൾ കലാകാരന്മാരല്ല. അപ്പോൾ സിനിമയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമ. അപ്പോൾ അതിൽ ആ ഒരു പ്രേമിലോ അല്ലെങ്കിൽ ആ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്ത? എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ എനിക്കുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല, ഒരേ സമയത്ത് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമയിൽ അവസരം കിട്ടിയെന്ന് വെച്ചു, ഷൂട്ട് ഒരേ ഡേറ്റിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് സിനിമയിൽ അസീസ് ആദ്യം വാക്ക് പറയും? ആ ഒരേ ഡേറ്റിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഏത് സിനിമയിൽ അസീസ് ആദ്യം ഞാൻ ഇതിൽ വരാം എന്ന് പറയും? എനിക്ക് അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ മറുപടി നീ ഇവിടെ തച്ചിലിരുന്ന് പറഞ്ഞിട്ടേ പോകാം കേട്ടാ. ഓക്കെ, ബൈ. എന്തായാലും ഒരേ സമയത്ത് ഒരു കോള് വരില്ല. വരാൻ ചാൻസ് ഉണ്ട് ഒരേ സമയത്ത്, അതായത് ഞാൻ പറയട്ടെ, ഒരേ സമയത്ത് എന്തായാലും ഒരു കോള് ഫസ്റ്റേ വരുള്ളൂ. ഞാൻ പറയട്ടെ, ഒരു കോള് ഫസ്റ്റേ വരുള്ളൂ. ആ കോളിന് ഞാൻ ഡേറ്റ് കൊടുക്കും. ഓ, അങ്ങനെ എന്തായാലും ആ കോള് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഡേറ്റ് വരുമോ? അപ്പൊ ഞാൻ അവരോട് പറയും, ഞാൻ ഈ ഡേറ്റില് ചിലപ്പോ ലാലേട്ടനാവാം, ചിലപ്പോ മമ്മൂക്കയാവാം. പക്ഷെ രണ്ടാമത് വരുന്ന കോള്, അതായത് ഇപ്പം ആദ്യം വരുന്ന കോള് ലാലേട്ടന്റെ സിനിമയാന്ന് വിചാരിച്ചു, രണ്ടാമത് മമ്മൂക്കയുടെ കോള് വന്നു. പക്ഷെ ഈ മമ്മൂക്കയുടെ സിനിമയില് ആദ്യം മുതല് അവസാനം വരെ മമ്മൂക്കയുടെ കൂടെ അസീസൊക്കെ എല്ലാത്തിലുണ്ട്. പക്ഷെ മറ്റേലും ഒരു സീനേ ഉള്ളൂ. അപ്പൊ എന്നാലും ഫസ്റ്റ് വിളിച്ചു തന്നെ പോകും. അയ്യോ, അതിലൊരു മാറ്റമില്ല. ഫസ്റ്റ് വിളിച്ചതിനെ ഞാൻ പോകുള്ളൂ, അല്ലാതെ ഇപ്പോ അറിയാലോ. അപ്പൊ തങ്കച്ചി ചേട്ടാ കേട്ടല്ലോ, ഫസ്റ്റ് ഏത് കോളാണോ അസീസൊക്കെ എടുക്കുന്നത് എന്റെ ഒരു ചോദ്യം ആ സിനിമയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് തങ്കു. അതെ 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 അതെ. ഡയാന, ചിത്ര ചേച്ചിയുടെ കൂടെ ഡയാന ഇപ്പൊ ഒരു ആൽബം അഭിനയിച്ചില്ലേ, ശലഭം. എന്തായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ചിത്രച്ചിയുടെ കൂടെ തന്നെയായിരുന്നു അഭിനയിക്കാൻ പറ്റിയത്. എൻ്റെ നല്ലൊരു അമ്മയാണ് ചേച്ചി. ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള. ആദ്യം നമുക്കൊക്കെ ഒരു പേടി കാണുമല്ലേ അവരോട് അടുത്ത് പോയി ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ. പുള്ളിക്കാരിയുടെ അടുത്തിരുന്ന് ഞാൻ ജസ്റ്റ് ഒരു പാട്ട് മൂളുന്നുണ്ട്. എനിക്ക് എന്ത് പേടിയായിരുന്നു അറിയാവോ രണ്ടുപേരും മൂളാനായിട്ട്. പക്ഷെ എന്നാലും ഭയങ്കര സ്നേഹമായിരുന്നു. തേനീച്ചുണ്ടായിരുന്നതല്ല, നമുക്കൊരു പേടി വരുമല്ലോ. ഇത്ര ചിത്ര ചേച്ചിയുടെ അടുത്തിരുന്ന് പാടാനൊക്കെ ഉള്ള. ഞാൻ അസീസ് നെടുമങ്ങാടല്ല, അത്രയും കോൺഫിഡൻസ് ഉണ്ടിരുന്ന പാടാൻ. ഈ മൂള് അവിടെ തേനീച്ചുണ്ട്. ആൽബത്തിന്റെ ഷൂട്ട് ഒരു 5-6 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു ദിവസമായിരുന്നു ചിത്ര ചേച്ചി ഉണ്ടായിരുന്നത്.